കവിത സംസ്കാരത്തിൻ്റെ ചിഹ്നമാണ്. ഭാരത സംസ്കാരം വേരൂന്നി നിൽക്കുന്നതും കവിതയിലാണ്. വാക്യം രസാത്മകം കാവ്യം എന്നാണ് പറയുക. മനുഷ്യ മനസ്സിലേക്ക് ചമത്കാര ഭംഗിയോടെ ഇഴുകിച്ചേരണം യഥാർത്ഥ കവിത. അതവൻ്റെ ഹൃദയതാളമാവണം. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരിൽ പുസ്തക വായനയും സാഹിത്യധ്യാനവുമായി കഴിയുന്ന ഒരു സഹൃദയനെ പരിചയപ്പെടാം. ഗോപി ഇടമ്പാടത്ത്. എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്ത് ഇടമ്പാടത്ത് വീട്ടിൽ ജനിച്ച ഗോപി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ നാട്ടിലെ വായനാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്നു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് സഹൃദയരായ സുഹൃത്തുക്കളുടെ പ്രേരണയാൽ കവന മേഖലയിൽ സജീവമാകുന്നത്. സ്വന്തമായുള്ള വിശാലമായ ലൈബ്രറിയും തന്നിലുള്ള എഴുത്തറിവും വായനാനുഭവങ്ങളും പുതുതലമുറയ്ക്ക് ഉപകാരപ്പെടുത്തണമെന്ന തീവ്ര ആഗ്രഹത്തിലാണ് ആമ്പല്ലുകാരുടെ ഗോപിച്ചേട്ടൻ അഥവാ ഗോപി ഇടമ്പാടത്ത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ഭാര്യ ലീനയോടൊപ്പം കാഞ്ഞിരമറ്റത്തുള്ള തൻ്റെ കൊച്ചു വീട്ടിൽ 5000-ൽ പരം പുസ്തകങ്ങളുടെ സൂക്ഷിപ്പുകാരനായി, വായനക്കാരനായി, കവിയായി തൻ്റെ സാഹിത്യ സപര്യ അദ്ദേഹം തുടരുന്നു. എഴുത്തിന് തുണയായി, പ്രേരകമായി ഭാര്യ ലീന എപ്പോഴും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇപ്പോൾ കലാസാഹിത്യം തുടങ്ങിയ മേഖല എല്ലാവർക്കും പെട്ടെന്ന് കടന്നു വരാൻ പറ്റിയൊരു മേഖലയല്ല. അപ്പോൾ ഗോപിച്ചേട്ടൻ ഈ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ വഴികൾ എന്തൊക്കെയായിരുന്നു? ഇത് ഞാൻ എൻ്റെ ഒരു 17 വയസ്സിൽ ഞാൻ SLC അന്നത്തെ ഇതിൽ കഴിഞ്ഞപ്പോൾ ഉടനെ സാധാരണ കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ പോവുക എന്നുള്ളതാണ് ഇവിടെ ഒരു സാധാരണ ഒരു പതിവ്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ അടുത്തുള്ള അമ്മയുടെ സമാന പ്രായമുള്ള ഒരു ജോലിയുള്ള സ്ത്രീയോടാണ് എന്നെ കോളേജ് വിട്ടുന്ന കാര്യം സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് കോളേജ് വിട്ടാൽ പിള്ളേർ ചീത്തയാവും. അങ്ങനെ എൻ്റെ കോളേജ് ജീവിതം വഴി തടഞ്ഞെന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് പോവായിരുന്നു DB തലയോലപ്പുറം കോളേജിൽ പോയി ചേരാൻ, അവിടെ ആളില്ലാത്ത സമയം. അപ്പോൾ അങ്ങനെ കോളേജ് വിട്ടാൽ പിള്ളേർ ചീത്തയാവും എന്നുള്ള ഒരു അവസ്ഥയിൽ അമ്മ അതിന് വിടാൻ എന്നാൽ എനിക്ക് നമുക്കും ഇല്ലല്ലോ അറിവൊന്നും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നിങ്ങനെ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു സംസ്കൃത അധ്യാപക കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഈ UP വരെയൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സംസ്കൃത അധ്യാപക, ഈ അറബിക് ടീച്ചർ പോലെ. അപ്പോൾ ഞാൻ അതിന് ഒരു വർഷം പോയി ചേർന്ന് പഠിച്ചു. അതിൽ 1-2 പേപ്പർ കിട്ടാതെ പോകുന്ന അത് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു എനിക്ക്. സംസ്കൃതം മുന്നോട്ട് പോകും. പക്ഷെ അതൊരു വലിയ മുതൽക്കൂട്ടായി എനിക്ക്. സംസ്കൃതം ഒരു പശ്ചാത്തലം കിട്ടി. ഞാൻ 7 വരെ സംസ്കൃതം പഠിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ആ പഠനം ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ മുടങ്ങി. പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കീച്ചേരി ഗ്രാമീണ വായനശാല എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്. അതാണ് എൻ്റെ തട്ടകഥായിരുന്നു. അതെ, നല്ല പുസ്തക ശേഖരം. അവിടെ എൻ്റെ ഒരു സുഹൃത്താണ് ലൈബ്രറിനായിട്ടിരുന്നത്, വിശ്വംഭരൻ എന്ന് പറയും, ദേവസ്വം പറമ്പിലെ വിശ്വംഭരൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. പുസ്തകമൊക്കെ വായിക്കി വെറുതെ ഇരിക്കുമല്ലോ. അങ്ങനെ വായിച്ചു. വായന എന്ന് പറഞ്ഞപ്പോൾ വായന ഒരു വല്ലാത്ത ഇതായി. മുഴുവൻ വായിച്ച് തീർക്കുക എന്നുള്ളത്, എന്തും വായിക്കുക. അങ്ങനെ അപ്പോൾ അന്നൊക്കെ ഈ നമുക്ക് ഈ ഭക്ഷണമൊന്നും അത്ര സുലഭമല്ല. ഈ നമ്മുടെ നാട്ടിൽ ഈ അരിക്ഷാമമൊക്കെ ഉള്ളൊരു കാലമാണ്. വീട്ടിലാണെങ്കിൽ അത്ര അതില്ല. അപ്പം ഞാൻ ഈ പാവങ്ങൾ നോവലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വായിക്കാൻ തുടങ്ങി. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, നാലപ്പാട് നാരായണൻ തർജ്ജമ. അപ്പോൾ അത് വായിച്ച് ആദ്യകാലത്തൊക്കെ ഈ മുട്ടത്ത് വർക്കിയും കാനും ഒക്കെ പുസ്തകങ്ങളാണ്. പിന്നെ ഞാൻ ഈ പാവങ്ങളിലേക്കൊക്കെ എത്തി. പാവങ്ങൾ ശരിക്കും വായിച്ചെന്ന് പറഞ്ഞാൽ ഈ നിരന്തരം വായന. അപ്പോൾ എനിക്ക് വിശപ്പ് മറക്കണം. അതിനുവേണ്ടി ഞാൻ ഈ വലിയ വലിയ നോവലുകൾ പാവങ്ങൾ തീർത്തു. പിന്നെ ഡോസ്റ്റോയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും, കാരമസോവ് സഹോദരൻ, ഇങ്ങനെയുള്ള നോവലിലേക്ക് കടന്നു. അങ്ങനെ കടന്നു വന്നു. അപ്പോൾ അവിടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു, പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഞാനതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. വൈകുന്നേരം ഷട്ടിൽ കളിക്കുക, അല്ല ഫുട്ബോൾ, വോളിബോൾ കളിക്കുക, ഇങ്ങനെയൊക്കെ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ ക്ലബിൻ്റെ ക്രമേണ ഞാൻ ക്ലബിൻ്റെ സെക്രട്ടറി ആയി. ഏതാണ്ട് ഒരു 20-21. അപ്പോൾ അവിടെ വാർഷികമായിട്ട് നാടകമൊക്കെ നടത്തും. അപ്പോൾ അങ്ങനെ നാടകം, കുറേ നാടകങ്ങൾക്ക്
എങ്ങനെയോ എനിക്ക് എന്നോട് ഗാനങ്ങളൊക്കെ എഴുതാവോ എന്നൊക്കെ ചോദിച്ചു, എന്തെങ്കിലും ഒരു പാട്ട് എഴുതി തരാം. അങ്ങനെ ഞാൻ കുറേ നാടകങ്ങൾക്ക് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. തുടക്കം നാടകങ്ങളിലൂടെയാണോ? അതെ അതെ, നാടക ഗാനങ്ങളിലൂടെ. ആ ഗാനങ്ങൾ വളരെ ഇതായി പോപ്പുലറായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഇല്ല, ആ പാട്ടൊന്നും ഞാൻ സൂക്ഷിച്ചു. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഒരു 72, 73 കാലഘട്ടത്തിലൊന്നും നമുക്ക് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഒരു ഇല്ല. പരിപാടിക്ക് വേണ്ടി മാത്രം എഴുതി കൊടുക്കും. അത് ആരെങ്കിലുമൊക്കെ പാടിക്കൊണ്ട് നടക്കുക. ഇപ്പോഴും പാടി നടക്കുന്ന പലരും ഉണ്ട്. അത് നമ്മുടെ ഈ എൻ്റെ തലമുറയിൽപ്പെട്ട ഇതിൽപ്പെട്ടവർ ഇപ്പോഴും ഓർമ്മയിൽ പാടിക്കൊണ്ട് നടക്കണ. അവർക്ക് അറിയാനുണ്ടാവില്ല അത്. അത് ഞാൻ എങ്ങനെ എഴുതി. അത് പിന്നീട് കേരളത്തിൽ ആ നാടകങ്ങളൊക്കെ പല സ്ഥലത്തും ആലപ്പുഴയൊക്കെ ഇങ്ങനെ അഭിനയിച്ചപ്പോൾ ഈ പാട്ട് ഉപയോഗിച്ചെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ അപ്പോൾ പിന്നെ ഈ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്. കുറേ ലക്കങ്ങൾ, ഒരു 10-15 ലക്കം ഇറക്കിയായിരുന്നു. അതിൻ്റെ എഡിറ്റർ ഞാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിലൊക്കെ കവിത എഴുതുക. പിന്നെ എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ മുത്തശ്ശിയാണത്, അച്ഛൻ്റെ അമ്മ. അപ്പോൾ ഈ മുത്തശ്ശിയാണ് എനിക്ക് കഥകളുടെയും ഭാവനയുടെയൊക്കെ ലോകത്തേക്ക് എന്നെ. വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഭയങ്കര പദസമ്പത്താണ് മുത്തശ്ശി. എനിക്കൊരു പേന കിടന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി പറയും, കിടന്ന് കിട്ടി, നീ എത്ര നേരം കിടന്നിട്ടാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറഞ്ഞ കളഞ്ഞു കിട്ടിയെന്ന് പറയണം, തിരുത്തുമായിരുന്നു വാക്കുകൾ. അതുപോലെ നിൻ്റെ നഷ്ടപ്പെട്ട കൈമോശം വന്നേ പറയും ആള്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത മുത്തശ്ശിയായി പറയണം നല്ല നല്ല വാക്കുകൾ. കൈമോശം. ഞാനിത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ ഈ മുത്തശ്ശി ഇതൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഈ ഓണം വരുമ്പോഴും ഇവിടെ ഒരു പാടവും കുളമൊക്കെ ഉണ്ടായിരുന്നു. ഇടംപാടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഗോപി ഇടംപാടത്ത് ഞാൻ. അപ്പോൾ ഈ ഓണം വരുമ്പോഴത്തേക്കും മുത്തശ്ശി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വ്രതാനുഷ്ഠാനം കൂടെ പൂവ്. എൻ്റെ ഒരു പെങ്ങളുണ്ട്, മൂത്ത പെങ്ങൾ. അപ്പോൾ ഞാനും കൂടി, അവൾ 14-15 വയസ്സിൽ കല്യാണം കഴിച്ചു വിട്ട്. ആ വർഷമായി. അപ്പോൾ ഈ മുത്തശ്ശി പൂക്കളായിട്ട് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി പൂക്കളൊക്കെ ഇട്ട് മാതേവരെ എഴുന്നേൽക്കുമ്പോൾ 4:30-5 മണിയാകുമ്പോൾ ഈ വീടിൻ്റെ വാതിൽക്ക് നിന്ന് എഴുന്നള്ളിച്ച് ഇങ്ങനെ കൊണ്ടുവരിക പൂക്കൾ. എന്നിട്ട് ഓരോ പൂ ഇടുമ്പോൾ നല്ല ധാരണയാണ് മുത്തശ്ശി, ഇന്ന പൂ കഴിഞ്ഞ് ഇന്ന പൂ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. ഇപ്പം പാലപ്പൂ കഴിഞ്ഞാൽ കദളിപ്പൂ ഇടണം, അതിന് പിന്നെ ചെത്തിപ്പൂ ഇടണം, അങ്ങനെ ഭയങ്കര നിഷ്കർഷം. അപ്പം അല്ലെങ്കിൽ വഴക്ക് പറയും. അതാണ് എൻ്റെ ഒരു കവിതയിൽ ഞാൻ മുത്തശ്ശിക്കിട്ട ഓർമ്മയാണ്. അത്തപ്പൂവെങ്ങാൻ ഒരല്പം പിഴയ്ക്കുമ്പോൾ മുത്തശ്ശിത്ത് അവതാരം എങ്ങുപോയി. അതെൻ്റെ ആ ഗൃഹാതുരതയുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി, മുത്തശ്ശിയുടെ ഓർമ്മകൾ. അങ്ങനെ മുത്തശ്ശി എന്നാണ് എനിക്ക് പലതും ഈ വാക്കുകൾ ഉള്ള ഒരു ഇത് കിട്ടിയത്. എന്നാൽ മുത്തശ്ശിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല താനും. എനിക്ക് തോന്നുന്നു അധികം എഴുതിയ കവിതകൾ അധികവും ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു 10-15 വയസ്സിൽ 14 വയസ്സിൽ എൻ്റെ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ വർഷം പൂക്കൾ പറിക്കാൻ ആരുമില്ല, കൂട്ടിനാരുമില്ല. ഈ നമ്മുടെ ഈ ആ പ്രദേശത്തടി തോട്ടറയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഒറ്റ മനുഷ്യരില്ല. ഇങ്ങനെ ഈ ഏരിയോട്ട് ഏക്കർ കണക്കിന് ചെത്തിയും കദളിയും പൂവൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പൂവ് പറിക്കാൻ പിറ്റേ വർഷം ആളില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് പൂവിന് എൻ്റെ ഈ മൂത്ത പെങ്ങൾ ഇല്ലാതെ പോയി. അവൾ കല്യാണം കഴിച്ചത് എന്തോ ഒരു വലിയ കുഴപ്പമാണെന്നാണ് ഞാനന്ന് വിചാരിച്ചത്, കല്യാണം കഴിച്ച് വിടുന്നവർ. അപ്പം ഞാൻ പൂവിട്ട് തന്നെയാണെങ്കിലും മുത്തശ്ശി പറഞ്ഞ് പൂവൊക്കെ ഇട് എന്ന് പറഞ്ഞു. അപ്പം പൂവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഈ മഴക്കാലത്ത് പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ തിരുമുറ്റത്ത് ഇങ്ങനെ പൂവിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കണ്ണ് തിരിഞ്ഞാൽ ഈ കോഴി വന്ന് തരും. അന്ന് ഈ കോഴിയൊക്കെ വളർത്തുള്ളൂ, കോഴി വന്ന് തെരഞ്ഞുകളയും. ഈ പൂക്കളത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്, പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ കോഴി വന്ന് തെരഞ്ഞുകളയും കണ്ട. അപ്പം ഞാൻ എങ്ങോ അകത്ത് പോയപ്പോൾ ഈ പൂക്കളം തീർത്ത് കഴിഞ്ഞപ്പോൾ കോഴി തെരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വലിയ വിഷമമായിപ്പോയി. അപ്പം എൻ്റെ ഈ പെങ്ങൾ പോയതിൻ്റെ ഒരു സങ്കടമൊക്കെ കൂടി ഞാനൊരു ചിതറിയ പൂക്കളമെന്നും പറഞ്ഞു ഒരു കവിത എഴുതി. ഈ കോഴി എൻ്റെ മനസ്സിലാണ് തട്ടിക്കളഞ്ഞത്. എൻ്റെ പൂക്കളം, പൂസങ്കല്പവും ഓണം ഇതെല്ലാം ചിതറിപ്പോയ പോലെ എനിക്ക് തോന്നി. അതായിരുന്നു ആദ്യത്തെ ഒരു കവിത എന്ന് പറയുന്നത്, ചിതറിയ പൂക്കളം. അത് പിന്നീട് ആ കവിത ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന എഴുതി വെക്കുന്ന ഇത് എവിടെയെങ്കിലും കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ഇതില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ സംസ്കൃത കോളേജിൻ്റെ എൻ്റെ അയൽവക്കക്കാരി ആരോ ഉണ്ട്, സംസ്കൃത കോളേജിലെ ഒരു മാഗസിനിൽ, അവരുടെ മാഗസിനിൽ ഈ ചിതറിയ പൂക്കളമെന്ന് പറഞ്ഞ് അവളുടെ പേരിൽ
അത് വന്നു. അത് ഞാൻ കാണാനിടയായി. അപ്പം എനിക്ക് തോന്നി, എടാ ഈ എഴുതുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലബിൽ നാടകത്തിന് ഗാനങ്ങൾ എഴുതി, പിന്നെ കയ്യെഴുത്ത് മാസിക എഴുതുക. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ കവിത എഴുതുമെന്നുള്ളൊരു ധാരണ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കഠിന ശ്രമം പിന്നെ തുടങ്ങി. ഈ വായനയുടെ ഭാഗമായിട്ട് ഞാൻ പത്രക്കുറിപ്പുകൾ, വായനശാലയുടെ പത്രം, ഞങ്ങൾ PSCയുടെ ബുള്ളറ്റിനൊക്കെ വരുത്തും, പാർട്ട് 1 ഗസറ്റ് വരുത്തും. അങ്ങനെയൊക്കെ വരുത്തി അവിടെ PSC അപേക്ഷ അന്ന് വായനശാലകൾ വിൽക്കുക. അങ്ങനെ ഞാൻ ആ ഒരു രീതിയിൽ എനിക്ക് ഒരു വിധത്തിൽ അപ്പോൾ ഭയങ്കര ഇവിടെ പാടമുണ്ട്, വയലുണ്ട്, ഞങ്ങൾക്കൊരു 10 പറ കണ്ടമൊക്കെ ഉണ്ട്. അതിൽ ഈ നമ്മുടെ ഈ തേകുന്ന ഒരു പരിപാടിയുണ്ട്, 2 വിധത്തിൽ തേക്കുണ്ട്. ഇപ്പം അതൊക്കെ നമുക്ക് കാണാത്ത കാഴ്ചകളാണ്. ഈ തേകുക എന്ന് പറഞ്ഞിങ്ങനെ വലിച്ച് തേകുന്ന ഒരു ഇത്. അപ്പോൾ അത് ആയിരക്കണക്കിന് 10,000 കാലത്തും വൈകുന്നേരം തേക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് തേകും, വൈകുന്നേരവും തേകും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പണിയുടെയൊക്കെ ഒരു ഭയങ്കര നല്ല അധ്വാനം വേണ്ടി വരുന്ന ഒരു. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു. അപ്പോൾ പിന്നെ ഇതിൽ നിന്നൊക്കെ അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഈ പണിയിലൊക്കെ തന്നെ ഞാൻ ഒതുങ്ങി പോകുന്നൊരു തോന്നൽ. പിന്നെ എങ്ങനെയാണെന്ന് രക്ഷപ്പെടുക. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ്? അതൊരു 21-22 വയസ്സിലൊക്കെ തുടങ്ങി ഈ ചിന്താഗതികൾ. അപ്പോൾ ഈ അയലോകത്തൊക്കെ പലരും ജോലിക്ക് പോകുന്നുണ്ട്, VAൻഡിയിൽ മാർക്ക് കൂടുതൽ കിട്ടിയത്. ഞാൻ അത്ര വലിയ പഠിപ്പുകാരൊന്നുമല്ല, എന്തെങ്കിലും ശരിക്കും മേല. അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ ഞാൻ ഈ തേക്കും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടും. അപ്പോൾ ഞാൻ എന്നാണ് ഇവരെ പോലെയൊക്കെ ജോലിക്ക് പോകണം എന്നുള്ളൊരു വിചാരം വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം. ഞാൻ വായിക്കാമെന്ന് വെച്ച് വായിക്കുക. വായന ഒരു ലഹരിയായിട്ട് എന്തും വായിക്കും. അങ്ങനെ വന്ന് കുറിച്ചെടുക്കുക, പത്രത്തിലെ ജനറൽ നോളജുകളൊക്കെ കുറിച്ച് വയ്ക്കുക. അതൊരു ബണ്ടിൽ പോലെയായി, വലിയ കുന്നാരം പോലെയായി. അതെല്ലാം കൂട്ടി വെച്ച് പിന്നെ ആദ്യമൊന്നും എഴുതിയിട്ട് എങ്ങും തൊട്ടില്ല. പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു 78-80 റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ തുടങ്ങി. നമ്മൾ കൂടുതൽ എഴുതുന്നതും അത് നോട്ട് ചെയ്ത് വെക്കുന്നത് ഉപകാരപ്പെട്ടു. ഏതല്ല അത് പിന്നീട് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ് കൊടുത്തവർക്കും ഒക്കെ ജോലി കിട്ടി ആ കുറിപ്പുകൾ. അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കോടതിയിൽ കിട്ടി, സബ് കോർട്ടിൽ, എറണാകുളത്ത് സബ് കോർട്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ട്രാൻസ്പോർട്ടിൽ കണ്ടക്ടർ, ഒരു SLC-കാരന് കിട്ടാവുന്ന എല്ലാ ജോലികളും വന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു 81 ആയപ്പോഴത്തേക്ക് ഒരു 13 ജോലികൾ എനിക്ക് കിട്ടി. അതായത് കോടതി തൊട്ട് സെക്രട്ടേറിയറ്റ് വരെ. ഈ അമ്പലൂർ പഞ്ചായത്തിൽ അത്രയും ഒരു റെക്കോർഡ് വേദിക്കാൻ ആർക്കും ഇന്ന് പറ്റിയിട്ടില്ല. ഇന്നത്തെ PSCക്ക് എല്ലാ കോച്ചിങ് ഉണ്ട്, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അന്ന് തൊഴിൽ വാർത്തയുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലമാണ്, അവിടെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ ജോലി കിട്ടിയിട്ടും സാക്ഷരത ഇതിൻ്റെ ഇതിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ ബെർത്തോൾഡ് ബ്രെഖ്റ്റിൻ്റെ ഒരു പാട്ട് ഞങ്ങൾ എഴുതിയിരുന്നു. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുസ്തകം പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ എന്നും പറഞ്ഞു ഒരു പാട്ടുണ്ടായിരുന്നു, സാക്ഷരത ഗാനമായിട്ട്. അന്നാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അന്ന് ഞാൻ അത് പാടുമ്പോൾ ഞാൻ അത്ര ഓർത്തില്ല. പക്ഷേ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പട്ടിണിയായ മനുഷ്യൻ പുസ്തകം കയ്യിലെടുത്ത് അവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു പുത്തൻ ആയുധമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടൂല, ഈ ജന്മത്തിൽ ജോലി കിട്ടും. അപ്പോൾ അപ്പോഴാണ് ഈ സാക്ഷരതയ്ക്കാണ് നമ്മൾ ചേട്ടാ ഇതിൻ്റെ അർത്ഥം ഇത് ചെറിയൊരു ഇതല്ല, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കും, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തു. അപ്പം എനിക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായി എൻ്റെ ജീവിതം കൊണ്ട്. അതൊരു വളരെ ഇതായിരുന്നു. അപ്പോൾ പിന്നെ ഏത് ജോലിക്ക് പോകും, ഒരാൾക്ക് ഒരു ജോലിക്കല്ലേ പോകാൻ പറ്റും. അവസാനം തിരഞ്ഞെടുത്തതാണ് അത് ഹൗസിംഗ് ബോർഡിൽ. ഇതിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാനതിൽ ഫസ്റ്റ് റാങ്കായിട്ട് വന്നു ഹൗസിംഗ് ബോർഡിൽ. അപ്പോൾ അത് കാരണം അങ്ങ് ജോലിക്ക് കയറി. എത്രാമത്തെ വയസ്സിലായിരുന്നു ജോലിക്ക്? അതൊരു 27 വയസ്സ്. അങ്ങനെ ഇരുന്ന് ജോലിക്ക് കയറി. പിന്നെ സെക്രട്ടേറിയറ്റായിരുന്നു ഞാൻ പോകേണ്ടത് ജോലിക്ക്. സെക്രട്ടേറിയറ്റിൽ ഏറ്റവും ഒടുക്കം സെക്രട്ടേറിയറ്റായിട്ട് അതായിരുന്നു എൻ്റെ എല്ലാത്തിനും നല്ലത്. ഹൗസിംഗ് ബോർഡൊക്കെ ഇപ്പോൾ ഒത്തിരി പ്രതിസന്ധിയിലൊക്കെയാണ്, പെൻഷനൊക്കെ വളരെ ബുദ്ധിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നത്.
അപ്പോൾ ഏറ്റവും നല്ല ജോലി എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. എൻ്റെ ആലോചന അന്നത്തെ അറിവിൻ്റെ കുറവോ എന്തുകൊണ്ടോ അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജോലി ചെയ്ത് അപ്പം ഈ ജോലിക്ക് കയറിയോടുകൂടി നമ്മുടെ ഈ വായനയൊക്കെ അങ്ങ് പോയി. ലൈബ്രറി പോകാൻ പറ്റില്ല. അപ്പം ഈ ലൈബ്രറി പുസ്തകം തീർത്തിട്ട് ഞാൻ ആമ്പല്ലൂർ ലൈബ്രറി, ഇതിലും വലിയ ലൈബ്രറി, അപ്പോൾ അവിടെ പോയി അവിടുത്തെയും പുസ്തകമൊക്കെ ഏതാണ്ട് ആമ്പല്ലൂർ ലൈബ്രറി മുഴുവൻ പുസ്തകമൊന്നും വായിച്ച് തീർന്നെന്ന് പറയാം. ഈ കീച്ചേരി കഴിഞ്ഞിട്ട് ആമ്പല്ലൂരും പോയി. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ജോലി കിട്ടുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വായനയുടെ രീതിയൊക്കെ അങ്ങോട്ട് മാറി. ഞാൻ ഈ വൈജ്ഞാനിക ഇതിലേക്ക് മാറി. അത് കാരണം ഈ നിത്യചൈതന്യയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ നോവലിനോടും ഇതിനോടൊക്കെ ഒരു വിരക്തി തോന്നി. വൈജ്ഞാനിക സാഹിത്യം അത് വായിക്കുക. പിന്നെ വായിക്കുന്നത് വായനയുടെ ലെവലും കൂടി. ആനന്ദിൻ്റെ പുസ്തകങ്ങൾ, എം മുകുന്ദൻ്റെ, ഒ വി വിജയനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ. അതൊക്കെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളങ്ങോട്ട് ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം ഖസാക്കിൻ്റെ ഇതിഹാസം. ഒ വി വിജയൻ്റെ എല്ലാം ഗുരുസാഗരവും ഒക്കെ അങ്ങനെ. അപ്പോൾ വായന ഗൗരവപ്പെട്ടതായിട്ട് മാറി. പിന്നെ ഈ പാശ്ചാത്യ സാഹിത്യം വിവർത്തനവും ഒക്കെ ആയിട്ട് അങ്ങനെ വായനയാണ്. പക്ഷേ ഈ പുസ്തകം വായനശാലയിൽ നിന്ന് എടുക്കണത് പോയി. കാരണം നമ്മൾ സമയമില്ല. പിന്നെ ഒരു ശരാശരി വായനശാല നമ്മുടെ ഓഫീസുകളിൽ പുസ്തകം കൊണ്ടുവരും ആൾക്കാർ. ഈ DC ഒക്കെ പുസ്തകങ്ങൾ കൊണ്ടുവരും. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാനതൊരു 2000 രൂപയുടെ പുസ്തകം വെച്ചൊക്കെ വാങ്ങിക്കുമായിരുന്നു. തുടക്കത്തിൽ 430 രൂപ ശമ്പളമുള്ളൂ. എന്നാലും കുറേ പുസ്തകങ്ങൾ. പിന്നെ അത് എക്സിബിഷനിലൊക്കെ ആകുമ്പോൾ 10,000 ഒക്കെ ആയിട്ട് മാറി. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയാണ് എനിക്ക് പുസ്തകം വാങ്ങിക്കേണ്ടി വന്നത്. വായിക്കാൻ വായനശാലയിൽ പോകാൻ പറ്റില്ല. അപ്പം അത് ഞാൻ ഈ വായനശാലയിൽ പോക്ക് നിർത്തി. എനിക്ക് സ്വന്തമായി പുസ്തകം വേണം. അങ്ങനെ പുസ്തകങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ സമയം കിട്ടുമ്പോൾ എനിക്ക് വായിക്കാമല്ലോ. അങ്ങനെ ജോലിക്കിടയിൽ അങ്ങനെ വായിക്കാനും എഴുതാനുള്ള സമയമൊക്കെ അതിനൊരു നിമിത്തം ഉണ്ടായി. എൻ്റെ ഒരു 81 ജോലി കിട്ടിയിട്ട് പിന്നെ 81, 91, 95, 96, 15 വർഷം എനിക്ക് ഒന്നും എഴുതാനൊന്നും പറ്റിയില്ല ഈ ജോലിയിൽ തിരക്ക് കൊണ്ട്. ഈ 96 എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, ചന്ദ്രൂർ ദിവാകരൻ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം 10 പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ളതാണ്. കവിതകളാണ് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കലാമതി കൊണ്ട് കാണിച്ചും പറഞ്ഞു, ഇതിലൊരു കവിതാ മത്സരം, സംസ്ഥാന ജീവനക്കാർക്കിടയിൽ ഒരു കവിതാ മത്സരം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് അയക്കാം, 2 പേർക്കും അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 96 അയക്കുക. അപ്പോൾ കവിതയൊന്നും എൻ്റെ കയ്യിലില്ല, അയക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എഴുതാമെന്നുള്ളൊരു ഇത്. അങ്ങനെ എഴുന്നപ്പോഴാണ് ഈ ബാബറി മസ്ജിദ് പൊളിച്ച് ഒരു സംഭവമുണ്ട്. അത് എന്നെയും വല്ലാതെ ഇത് അലോസരപ്പെടുത്തി. അത് ശരിയല്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ട്. മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു കനം തോന്നി, ഇത് എങ്ങനെയൊന്ന് എഴുതണം. അപ്പോഴാണ് ഞാൻ ഈ മഹാഭാരതം ഞാൻ എപ്പോഴും വായിക്കുന്ന തുടർച്ചയായിട്ട് ഇങ്ങനെ മഹാഭാരതത്തിൽ എനിക്ക് പഠനം പോലെ അങ്ങനെയായിരുന്നു എനിക്ക് ഈ മൗസല പർവ്വം എന്ന് പറഞ്ഞൊരു കവിത രൂപപ്പെട്ട്. അത് ഞാൻ അയച്ചു കൊടുത്തു, ഒരാഴ്ചക്കുള്ളിൽ എഴുതി. ബാബർ മസ്ജിദായിട്ട് ബന്ധപ്പെട്ട് അതാണ് മൗസല പർവ്വം. ഇന്ത്യയിൽ ഇപ്പോൾ മൗസല, അതായത് മൗസല എന്ന് പറഞ്ഞാൽ ഒലക്കയാണ്. ഈ കൃഷ്ണൻ്റെ കൂട്ടർ യുദ്ധത്തിൽ കൃഷ്ണൻ്റെ വിജയം കണ്ട് മതിമറന്ന് തമ്മിലടിച്ച് ഇവർ നശിക്കുന്ന യാദവവംശം മുടിഞ്ഞു പോകുന്നതാണ്. ഒരു സാമ്പനെ കൊണ്ട് പെൺവേഷം കെട്ടിയിട്ട് ഇവിടെ നിന്ന് പ്രസവിക്കും എന്നൊക്കെ ചോദിക്കും മുനിമാരോട്. അപ്പോൾ മുനിമാർക്ക് മനസ്സിലായി ഇത് തന്നെ തങ്ങളെ കളിപ്പിക്കാനാണ് ഈ വരുന്നത്. അപ്പോൾ മുനിമാർ പറഞ്ഞ് ഇവള് പ്രസവിക്കുക തന്നെ ചെയ്യും, പക്ഷേ അതോടുകൂടി നിങ്ങളുടെ സർവനാശം ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് കവിതയിലായിട്ട് മൗസലപർവ്വം എന്നും പറഞ്ഞ് എഴുതി. അത് തുടക്കം ഇങ്ങനെയായിരുന്നു: അറിയുന്നു ഞാനിന്ന് കൃഷ്ണ നിന്റെ അവതാര കഥകളിൽ നിന്ന് എത്ര വ്യാജം എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ എന്തേ അവതരിക്കാത്തു നീ വല്ലാതെ അധർമ്മം പുലരുമീ വേളയിൽ, യുഗതമ്പരങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് ഇടുവാൻ യുഗധർമ്മ രക്ഷക എത്താത്തതെന്തെന്ന്. കലിയുഗ കാഗോള വിഷമയ ധൂളികൾ ഉലകാകെ പേമാരി പെയ്തിടുമ്പോൾ ഗോവർദ്ധനക്കിരി കുടയുമായി ഗോപാലപാലക എത്താത്തതെന്ത്. കണ്ടു കുരുക്ഷേത്രം ഏറെ ഞാനെങ്കിലും കണ്ടില്ലൊരിടത്തും ധർമ്മം ജയിപ്പതായി.
അത് ഇന്ന് പോലും അതിന് പ്രസക്തിയുണ്ട്. ലോകത്തെമ്പാടും അശാന്തി പടർന്ന് ഇപ്പോൾ പശ്ചിമേഷ്യ പോലും യുദ്ധം നടക്കുവാണല്ലോ. അണുവായുധത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എന്നാലും ഈ യുദ്ധമൊന്നും ഇതല്ല. കുരുക്ഷേത്ര ധർമ്മയുദ്ധം ഇല്ല എങ്ങും, ഇവിടെ ഇല്ല. നോക്കി നിൽക്കാനേ കഴിയുള്ളൂ എല്ലാവർക്കും. അതാണ് കണ്ടു കുരുക്ഷേത്രം ഏറെ ഞാനെങ്കിലും കണ്ടില്ലൊരിടത്തും ധർമ്മം ജയിപ്പതായി. അതിപ്പോഴും അപ്പോഴും ഒക്കെ ശരിയാണ്. ധർമ്മം ജയിക്കില്ല, യുദ്ധത്തിൽ ധർമ്മമില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ധർമ്മമൊക്കെ പോകും, ജയിക്കുക എന്നുള്ള ഒരു ഒറ്റ ഇതിലേക്ക്. അപ്പോൾ കൃഷ്ണൻ അവതരിച്ച് ഓരോ ധർമ്മക്ഷേത്രത്തിലാണല്ലോ, ധർമ്മം സ്ഥാപിക്കാനാണല്ലോ കൃഷ്ണൻ്റെ അവതാരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വേണ്ടത്. അതെന്തുകൊണ്ടാണ്? അവതാരങ്ങളെയൊക്കെ എനിക്ക് സംശയം തോന്നുവാണ്, ഇതൊന്നും ശരിയല്ല. ഈ അവതാരം എന്നൊക്കെ പറയണ ഒരു കൽപ്പന പോലെ വന്നതാണ്. രാമനായാലും കൃഷ്ണനായാലും ഇപ്പോൾ രാമൻ്റെ അവതാരമാണെങ്കിലും ധർമ്മപത്നിയോട് പോലും നീതി പുലർത്താൻ കഴിയാതെ വരുന്നു രാമന്, നീതിമാനാണെങ്കിലും. അതുകൊണ്ടാണ് ആശാന് ചിന്താവിഷ്ടയായ സീത എഴുതേണ്ടി വന്നത്. അപ്പോൾ ഇതങ്ങനെ. അപ്പോൾ ഞാൻ അവസാനം അതിൽ അവസാനിക്കുന്ന ഇങ്ങനെ: ഏരക പുല്ലിൽ ഒടുങ്ങുന്നു യാദവർ, ഏതോ നിഷാദൻ്റെ അമ്പേറ്റ് വീണ നീ, അവിരാമം ഒഴുകും ഈ അവതാര കഥയുടെ അവസാന ചിഹ്നവും ഇട്ടുപോകെ. അറിയുന്നു ഞാനിന്ന് കൃഷ്ണ നിന്റെ അവതാര കഥകളിൽ നിന്ന് എത്ര വ്യാജം. ദൂരെയായ ഏതോ കടലിരമ്പം, ദ്വാരക വീണ്ടും കടലെടുക്കാൻ. ഇപ്പോഴും ഇതാണ് ഇത് വരുമ്പോൾ. അതാണ് എഴുതി അയച്ച കവിത. അപ്പോൾ അതെഴുതി ഞാനങ്ങ് വിട്ട്. ഞാൻ 15 വർഷമായിട്ട് എനിക്ക് ഗ്യാപ്പുണ്ട്, ഞാൻ കവിതയൊന്നും എഴുതിയിട്ടില്ല. ഇയാളും എഴുതി, ഈ ചന്ദ്രൂർ ദിവാകരൻ അയച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് കിട്ടുമോ വീട്ടിലേക്ക്: നിങ്ങൾ ഈ മറ്റേ സംസ്ഥാന ജീവനക്കാർക്ക് എഴുതിയ കവിതയിൽ 1ാം സമ്മാനം നേടിയിരിക്കും, നിങ്ങളുടെ മൗസല പറവു. ഇത്രാം തീയതി അതിൻ്റെ സമ്മാനം VJT ഹാളിൽ വെച്ച് നൽകുന്നതായിരിക്കും, ഞങ്ങളുടെ സമ്മേളനത്തോട് അനുബന്ധിച്ച്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനത് പോയി. ഞാൻ ഈ എറണാകുളം ജില്ല വിട്ട് തിരുവനന്തപുരത്തൊന്നും പോയിട്ടുള്ള ആളല്ല, എനിക്കറിയാൻ പാടില്ല. അത് പിന്നെ അയലോക്കത്തെ ഒരാളെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത് ഈ സമ്മാനം മേടിക്കാൻ. ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്തൊക്കെ ഒരു സമ്മാനം മേടിക്കാൻ പോകാനുള്ള ഒരു കാര്യം. ഞാൻ എറണാകുളത്താണ് ജോലിക്ക് ചേർന്നത്, തിരുവനന്തപുരത്തോട്ടൊന്നും പോയില്ല. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു വെപ്രാളം. നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്തൊക്കെ പോയി VJT ഹാൾ എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവിടെ ചെന്നു, ഇങ്ങനെ സമ്മാനം മേടിച്ചപ്പോൾ ഈ കടമ്പനിട്ട നമ്മളെ ഒത്തിരി ടെൻഷൻ കുറച്ചെന്ന്. എനിക്കൊന്നും അറിയില്ല എന്താണ് ഈ സമ്മാനം, ഇങ്ങനെ എന്തൊക്കെ കിട്ടുമോ, ഇതൊക്കെ ഇങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ കടമ്പനിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാനവിടെ ചെന്നപ്പോൾ ആരാണ്? കവിത. കവിതയുടെ 1ാം സമ്മാനം കിട്ടിയാണോ, വാ നമുക്കൊന്ന് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് തോളി കൈയിട്ട് കൊണ്ടുപോയിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് മുറുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മുറുക്കൂല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടമ്പനിട്ടയുടെയൊക്കെ ആകുമ്പോൾ ഒരു എത്ര നമ്മളോടൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ, കടമ്പനിട്ട ചോദിച്ച് ഈ കവിതയ്ക്ക് ഇച്ചിരി കൂടി മുറുക്കം വരായിരുന്നു എന്നോട് പറഞ്ഞു. മുറുക്കിക്കൊണ്ടാ പറയണം, കവിതയ്ക്ക് ഇച്ചിരി കൂടി മുറുക്കാകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുറിയാ പൊട്ടിപ്പോകുന്നു എന്ന് പറയുക. അതിന് ചായയൊക്കെ മേടിച്ച് വിളിച്ചു. നന്നായി എഴുതണം കേട്ടോ, എഴുതാൻ കഴിവൊക്കെ ഉണ്ട്, നല്ല കഴിവുണ്ട്, അപ്പോൾ എഴുതണം. അതെ, അതാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്, എഴുത്തിൻ്റെ വഴിത്തിരിവ്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കടമ്പനിട്ടയും ഈ V നായരും കൂടിയാണ് ഇത് സമ്മാനം എനിക്ക് തരണം. ഒരു 10,500 ആൾക്കാർ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. VJT ഹാളിൽ നിറയെ ആളുണ്ട്. ഈ സെക്രട്ടേറിയറ്റിലെ എല്ലാവരും, സ്റ്റാഫും ചീഫ് സെക്രട്ടറി വരെയുള്ള ആളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അത് വല്ലാത്തൊരു എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ തിരുവനന്തപുരം കാണാത്ത ഒരാൾക്ക് സമ്മാനം കിട്ടി, മേടിച്ചിട്ട് നാട്ടിൽ വന്നപ്പോൾ വലിയ അനുമോദനങ്ങളൊക്കെ കിട്ടി, ഓഫീസിലും കിട്ടി. അങ്ങനെ ഞാനൊരു ശരിക്കും പറഞ്ഞ ഒരു കവിയായി അറിയപ്പെട്ടു. ഓഫീസിൽ വന്ന് അവർ ചിലവ് ചെയ്യാനൊക്കെ പറഞ്ഞ് പിന്നെ അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഈ കുങ്കുമത്തിൽ ഇതുപോലത്തെ കവിതയൊക്കെ എഴുതി. അന്ന് കുങ്കുമം എനിക്ക് കിട്ടുമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. മാതൃഭൂമിയൊക്കെ വായിക്കും, എങ്കിലും കുങ്കുമത്തിൽ കവിത അയച്ചപ്പോൾ കുങ്കുമം അത് പ്രസിദ്ധീകരിച്ച് എൻ്റെ ആ കവിതയിലൊരു മുഖലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഒരു കവിതയുണ്ട്. ഞാനും വൈഫും കൂടി ചോറ്റാനിക്കര പോയ സംഭവമൊക്കെയാണ് അത്. വളരെ രസമായിട്ട്
അപ്പം അങ്ങനെ കുറേ കവിതകൾ അവർ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ച്, അതൊക്കെ ഒരു വലിയ. അപ്പം ആരാണ്ടും പറഞ്ഞ് ഇത് FM-ലൊക്കെ ഈ സാഹിത്യവേദി പോലെ എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ FM-ൽ അയച്ചാൽ പൈസയും കിട്ടും, അവർ പ്രക്ഷേപണം ചെയ്യുന്നു. അപ്പം ഞാൻ ഈ മൗസലപർവവും കണ്ണൂരിൻ്റെ ഈ കണ്ണൂരിൽ സംഭവം കൊല നടക്കൊണ്ടിരിക്കുന്ന ഒരേ ദിവസം കേൾക്കുക, അത് തന്നെ വല്ലാതെ ഒത്തിരി കാലം പിടിച്ചുറച്ചൊരു സംഭവം, അത് ആ കവിതയിലുണ്ട്. അപ്പം ഇത് ഒക്കെ കൂട്ടി ഞാനൊരു കണ്ണൂരിൻ്റെ കണ്ണീർ എന്നും പറഞ്ഞൊരു കവിത എഴുതി. അപ്പോൾ രണ്ടും അവർ എന്നെ വിളിച്ചു FM-ൽ ഇത് ചെല്ലാനായിട്ട്. അത് പോയി ചെല്ലി അത് 2-3 പ്രാവശ്യം അവരത് FM-ൽ പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ഉണ്ടായി. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അപ്പം അതിനുശേഷം കുറേ കവിതകൾ ഇങ്ങനെ ഇത് ഈ ഒരു പ്രചോദനത്തിൽ നിന്ന് എനിക്ക് എഴുതാനുള്ള ഒരു. അതിനുശേഷം വേറെ എന്തെങ്കിലും പുരസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്? അത് ഈ 20 22 മറ്റേ ഈ ചെറുകിടായിട്ട് ഇങ്ങനെ പ്രാദേശികമായിട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കാറുണ്ട്. സംസ്ഥാന തലത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു തെളിനീർ ട്രസ്റ്റ് എന്നും പറഞ്ഞൊരു ഇതുണ്ട്, ഒരു സംഘടനയുണ്ട്. അവർ ഈ കവിതയും കഥയും ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു കഥയും ഒരു കവിതയും അയച്ചിരുന്നു. മൃത്യുഞ്ജയം എന്ന് പറഞ്ഞൊരു കഥയും എന്തോ ഒരു കവിത എഴുതി അയച്ചിരുന്നു. അതിൻ്റെ പേര് ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. ആ കവിത അയച്ചിട്ട് എനിക്ക് ഇതുപോലെ തന്നെ കിട്ടി, സമ്മാനം കിട്ടിയായിരുന്നു സംസ്ഥാന തലത്തിൽ. അപ്പം 2നും കിട്ടി മികച്ച കവിത എന്നുള്ള. അത് മേടിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് ഈ സത്യൻ ഒരു സ്മാരക ഓഡിറ്റോറിയമൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്, അവിടെ ആയിരുന്നു അത് സമ്മാനം. അവിടെ പോയി അത് വാങ്ങിക്കുകയും അതിനൊക്കെ ഇത് കിട്ടുകയും ചെയ്തു. അധികവും കവിതകൾ മാത്രമാണ്. കവിതകൾ അപൂർവം. ഞാൻ പറഞ്ഞില്ലേ ഒരു കൊട്ടതട്ടി എന്നും പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പോവാന്ന് പറഞ്ഞില്ലേ പുഞ്ചയിൽ, അതിനെ ആസ്പദമാക്കി ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതിന് നല്ലൊരു ഇത് കിട്ടിയായിരുന്നു. പിന്നെ അധികം കവിത എഴുതാറാണ്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതിയാൽ പോരാ, നിങ്ങളിതൊരു പുസ്തകമാക്കണമെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു പുസ്തകം ആ കവിതാ സമാഹാരമാണ് ആ സീതായനം. അപ്പോൾ സീതായനം എഴുതുമ്പോഴും ആ സീതായനം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ നമ്മുടെ ഈ സിംഗൂരും ഇവിടെയൊക്കെ ഇല്ലേ, സോനാഗച്ചി, ഇവിടെയൊക്കെ നന്ദിഗ്രാം, അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 33 വർഷത്തെ ഭരണം പോയതാണല്ലോ ആ സംഭവം. നാനോക്കാരന് വേണ്ടി സ്ഥലമുണ്ട്. അതൊക്കെ എന്നെ വല്ലാതെ ഒലച്ചിരുന്നു. ഒരു കുടിയിറക്കപ്പെടും. ഒരു 100 വർഷമായിട്ടൊക്കെ താമസിച്ച കർഷകരെയൊക്കെ കുടിയിറക്കി ഹാൽദിയ നദിയിലേക്ക് രക്തപങ്കിലമായി ഹാൽദിയ നദി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സീതായനം എഴുതാൻ തന്നെ കാരണം. അപ്പോൾ എനിക്ക് എൻ്റെ ഈ രാഷ്ട്രീയ ആഭിമുഖ്യത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന AKG. അപ്പം ഈ AKG എന്ന് പറഞ്ഞാൽ എവിടെ കുടിയിറക്കം ഉണ്ടെങ്കിലും ആ കുടിയിറക്കിനെതിരായി, അതായത് ഒരു യാത്രയിലാണെങ്കിലും അങ്ങനെ ഒരു കുടിയിറക്ക് സമരം വരുവാണെങ്കിൽ അവിടെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ പയ്യാമ്പലം ബീച്ചിൽ ഞാൻ ഒരിക്കൽ പോയപ്പോൾ ഈ AKGയുടെ ഇതൊന്നും കണ്ടില്ല. അപ്പോൾ ഈ നന്ദിഗ്രാമിലും ഈ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ AKG ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ LKGയുടെ ആത്മകഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ മക്കളുടെ നിങ്ങളുടേതായ അങ്ങനെ ആത്മകഥ അവസാനിക്കുന്നത്. മണ്ണിൻ്റെ മക്കളെ നിങ്ങളുടേതായ ഒരു കാലം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അതാണ് ആ കവിതയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രസ്ഥാനത്തെയും ഒക്കെ നയിച്ചിരുന്ന ആൾക്കാർ ഇന്നിപ്പോൾ ഇല്ലാതെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മാറിപ്പോയി, അതിൻ്റെ ആശയങ്ങൾ. അപ്പോൾ അതിൻ്റെ കണ്ണൂരിൻ്റെ ഈ സീതായന അതാണ്, ഭൂമി നഷ്ടപ്പെട്ട എവിടെയും കുടിയിറക്കപ്പെടുന്ന അല്ലെങ്കിൽ പലായനം ചെയ്യുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. പശ്ചിമേഷ്യയൊക്കെ ഈ സ്വന്തം വാസം ഇടം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദനയുണ്ട്. സീതായനം മൊത്തം ആ ഒരു ഇതിന് ബേസ് ചെയ്തിട്ടാണോ? അതെ. സീത പോലും മണ്ണിലേക്ക് അഭയം തേടുന്നു. എല്ലാം ഏറ്റുവാങ്ങുമ്പോഴും സീത നിജമാതൃഗർഭത്തിലേക്ക് തൊഴുകയുമായി പോയ സീതയാണ്. ഉരുമണലിലൊരു തീർത്ഥഗണം എന്നാണ് ONV പറയണത് സീതയുടെ പോക്കെ. അപ്പം സീതയും മണ്ണിൻ്റെ മകളാണ്.
സീതയും അപ്പോൾ എന്താണ് അമ്മയെ എന്നെ സ്വീകരിച്ചാലും എന്ന് പറയണം. അതാണ് ആ കവിതയുടെയൊക്കെ ഉള്ള ഒരു സീതായനം. അങ്ങനെ കുറേ കവിതകൾ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസിദ്ധീകരിക്കാനൊക്കെ അത് പൈസ കൊടുത്തൊന്നും പ്രസിദ്ധീകരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്. കഥയും കവിതയും ഒക്കെ ആയിട്ട് ഉണ്ട്. 1-2 പുസ്തകങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കേണ്ടി വന്നില്ല. ആ ഒരു ഇതാണോ ഇപ്പൊ ഒരു ലൈബ്രറി എന്നുള്ള രീതിയിലേക്ക് അതെ അതെ മാറ്റിയത്? അത് ആ ലൈബ്രറിയിലെ ഒരു അന്ന് ഞാൻ ഈ പുസ്തകം 1,00,000-നൊക്കെ മേലെ ഉള്ള കാലത്ത് നമ്മുടെ ഈ മാരുതിക്കാരനൊക്കെ 50,000 രൂപയൊക്കെ വിലയുള്ളൊരു കാലമുണ്ട് ഇറങ്ങിയപ്പം. എനിക്കന്ന് വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ 1,00,000 രൂപയുടെ കൂടുതൽ പുസ്തകം, ഒരു കാറ് മേടിക്കാമോ? പക്ഷെ കാറല്ലല്ലോ എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല, എൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ ലൈബ്രറിയിൽ ഏകദേശം എത്ര പുസ്തകങ്ങൾ? ഒരു 5,000-ന്റെ പുസ്തകങ്ങൾ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, വേദ ഉപനിഷത്ത് തുടങ്ങി ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം വരെയുണ്ട്, മരണവംശം വരെ. അതായത് എന്താ ഷിജുകുമാറിൻ്റെ ഒരു മരണവംശം, നളൻ്റെ ദമയന്തി, ആനന്ദ, ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകമാണ് മാതൃഭൂമിയുടെ. അതിൽ ഏറ്റവും ഇതായിട്ട് ഈ നമ്മുടെ എം കൃഷ്ണൻ നായരുടെ സാഹിത്യഭാരം ഒരു 6 വോളിയം 7,500 രൂപ പറ്റി അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ഉണ്ട് ഏറ്റവും. ഇത് വേദ ഉപനിഷത്ത് തൊട്ട് ഇങ്ങോട്ടുള്ള ലേറ്റസ്റ്റ് നോവൽ ഇതുവരെയുണ്ട്. എല്ലാത്തരം പുസ്തകങ്ങളും എല്ലാത്തരം പുസ്തകം, കൂടുതൽ വൈജ്ഞാനിക. ഇപ്പോഴത്തെ തലമുറകളിൽ ആളുകൾ ഇപ്പോൾ വായിക്കാൻ അധികം മടി, അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ്? സമയം കിട്ടില്ല എന്ന് പറയണ വെറുതെയാണ്. എല്ലാവർക്കും സമയമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് 24 മണിക്കൂർ, നമുക്ക് 24. അപ്പോൾ സമയം കിട്ടില്ല. അവരൊക്കെ ബിൽഗേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ, ഞാൻ ഈയിടെ വായിച്ച ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന ബിൽഗേറ്റാണ്. ബിൽഗേറ്റാണ് ഏറ്റവും ധനവാൻ. അമേരിക്ക ബാരക് ഒബാമ ഒരു ദിവസം അവരൊരു മാസത്തിൽ 5 പുസ്തകം വായിക്കുമെന്ന് പറയണം ബിൽഗേറ്റ്, യാത്രയിലൊക്കെ പോയി. അപ്പോൾ അവർക്ക് സമയമുണ്ടെങ്കിൽ സമയമുണ്ടാവും, നമുക്ക് കഴിയില്ലാത്തതുകൊണ്ട്. പിന്നെ വായന കുറഞ്ഞിട്ടൊന്നുമില്ല. വായന എന്താണെന്ന് വെച്ചാൽ ഈ വായന കുറഞ്ഞിരുന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വായനശാലയിലല്ല പോകുന്നത്. സ്വന്തമായി പുസ്തകം ഇപ്പോൾ ഓർഡർ ചെയ്താൽ വീട്ടിൽ മുറ്റത്ത് വരുമല്ലോ, അങ്ങനെ വായിക്കുന്നവരുണ്ട് ഒത്തിരി. വായന അങ്ങനെ മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ വായിക്കുന്നതിന് പകരം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആപ്പുകളൊക്കെ ഇറങ്ങി. അതെ അതെ അതെ. ഈ നമുക്ക് ഈ വായനയൊക്കെ ഉണ്ടല്ലോ, ഏത് പുസ്തകം, എവിടെയുള്ള ലൈബ്രറിയിലെ പുസ്തകം നമുക്ക് വായിക്കാം, അങ്ങനെ വായിക്കാം. പക്ഷേ പുസ്തകം വായിക്കണ അനുഭവം മറ്റേതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് പുസ്തകം അക്ഷരങ്ങളെ പരിചയപ്പെടാനും വാക്കുകൾ മനസ്സിലാക്കാനും. കേൾക്കുന്നതും ഈ വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഈ വായിക്കുമ്പോൾ നമ്മൾ അത്രയും ഏകാന്തതയിലിരുന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അനുഭവം ഒന്ന് വേറെ, അത്രയും കിട്ടില്ല എന്ത് കേട്ടാലും. കേൾവിയിൽ പലതും നഷ്ടപ്പെടും. കേൾക്കുന്ന ആൾ അവൻ്റെ ഏകാഗ്രതയൊക്കെ പോകും. വായന തന്നെ, ആ ഏകാഗ്രത മുഴുവൻ കിട്ടണമെങ്കിൽ വായിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അനുഭവം. മറ്റൊരു യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് വായിക്കും. ഞാൻ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും ഉണ്ടാകും. ബസ്സിൽ ഒരു ഇടം കിട്ടിയ, അല്ലെങ്കിൽ ട്രെയിനിലാണ് അധികം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാകും എവിടെ പോയാലും. അതിപ്പോൾ യാത്ര തിരുവനന്തപുരത്ത് മക്കളുടെ വീട്ടിൽ പോയാലും ഒരു 5-8 പുസ്തകമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോഴോ ട്രെയിനിലോ എവിടെയെങ്കിലും ഇരുന്നൊക്കെ വായിക്കുക. എൻ്റെ ഇപ്പോഴും ഉള്ള ഒരു, വായിച്ചില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അത് എന്താണെന്ന് പറഞ്ഞാൽ വായിച്ചു തീരാത്തൊരു പുസ്തകം പോലെയാണ് ജീവിതം എന്നാണ് ഞാൻ അതിനെ കരുതുന്നത്. വായന നിലച്ചാൽ നമ്മളും തീർന്നു. വീട്ടിലെങ്ങനെ മക്കള്? മക്കൾക്കൊക്കെ താല്പര്യമുണ്ട്. മോള് ആയുർവേദ ഡോക്ടറാണ്, മോൻ ഡിസൈനറാണ്, TCS. അപ്പം ഈ മക്കൾക്ക് വായന ഇഷ്ടമാണ്. എൻ്റെ പേരക്കിടാങ്ങൾക്ക് പോലും ഇഷ്ടമാണ് വായന. എന്ന് വെച്ചാൽ അവൻ 5 വയസ്സുള്ള അവൻ പുസ്തകം എടുത്ത്, ഞാനിതൊക്കെ അടുക്കി വയ്ക്കുമ്പോൾ അവൻ വന്നു വെച്ചു അവിടെ കിടന്നുണ്ട് ഓരോ പുസ്തകങ്ങളെടുത്ത് ഇത് തീർന്നു പറഞ്ഞ്. അവനെ വായിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഇങ്ങനെ താല്പര്യമുണ്ട്. മോൾക്കും അതെ, പേരക്കിടാവ് ഒരു മോളുടെ ഒരു കുട്ടിയുണ്ട്, അതോടെ 5ാം ക്ലാസ്സിലാണ്, അവൾക്കും ഉണ്ട്. അവരിവിടെ വരുമ്പോൾ എൻ്റെ കഥ കേട്ടാണ് അവർ ഉറങ്ങുന്നത്. എന്നോട് കഥ പറഞ്ഞു കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ 1001 രാവുകളും പഞ്ചതന്ത്രവും ഒക്കെ പറയും. അത് കേട്ടേ അവർ ഉറങ്ങാറുള്ളൂ.
ഈ ലൈബ്രറിയുടെ ഭാവിയെ കുറിച്ചിട്ടുണ്ട്. ആ ഭാവിയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു ഈ ലൈബ്രറിയുടെ ഭാവിയെക്കുറിച്ച്. ഇതെൻ്റെ കാലശേഷമൊക്കെ എന്ത് ചെയ്യും, അപ്പം അങ്ങനെ ആവുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും എൻ്റെ മോൻ അവനൊക്കെ പുസ്തകം ഇഷ്ടമായതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഈ പുസ്തകമൊക്കെ ആകെ കുറേ കഠിന ശ്രമമൊക്കെ ഞാൻ നടത്തി. അന്നൊക്കെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരും. ഈ പുസ്തകത്തിൽ നമ്മൾ ഡീസലൊക്കെ അടിച്ച് മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പം അവൻ പറഞ്ഞ് നമുക്ക് ആ പുസ്തകം രണ്ടാമത് അലമാരി അലോമിനിയം ഇതിൻ്റെ വർക്ക് ചെയ്ത്, അപ്പോൾ പിന്നെ പോവില്ല. അങ്ങനെ അവൻ മുൻകൈ എടുത്താണ് ആ പുസ്തകം. അവൻ കുറേ കാശുമൊക്കെ മുടക്കി. ഇപ്പോഴത്തെ ഈ കാണുന്നു ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് മുടങ്ങിയിട്ടുണ്ട്. അത് ഇതൊക്കെ കൂടി ചെയ്ത് അങ്ങനെ ആ പുസ്തകമൊക്കെ ആയിട്ട് സംരക്ഷിച്ചു. അപ്പം എനിക്ക് ഉൾക്കണ്ടയില്ല, അവർ അത് സംരക്ഷിച്ചു. അവർക്കും താല്പര്യമുള്ള മക്കളായിട്ടും വേറെ കിടാങ്ങളായിട്ടും പുസ്തകത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അത്ര എഫർട്ട് എടുത്ത് ചെയ്യില്ല. അപ്പം അവനും കൂടി അത് അടുക്കാനും വെക്കാനും ഒക്കെ സഹായിച്ചിരുന്നു. പിന്നെ ഞാനെല്ലാം ലിസ്റ്റാക്കി ഞാൻ തന്നെ. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനും പുരസ്കാരങ്ങൾ നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരിച്ചും എനിക്കുമുണ്ട് നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും ഉണ്ട്. കാരണം എൻ്റെ എഴുത്തിനെ, എൻ്റെ വായനയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിനും സ്നേഹവായ്പിനും സൗമനസ്സിനൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും തീർച്ചയായും.